വോട്ടിംഗ് അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ്. വോട്ടിംഗ് അവസാനിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആരാണ് ഏറ്റവും ആദ്യം നിൽക്കുന്നത്, ഏറ്റവും അവസാനം ആരാണ് നിൽക്കുന്നത്, ഡേഞ്ചർ സോണിൽ ആരൊക്കെയാണ് എന്നുള്ളത് നോക്കാം. അതിന് മുന്നേ ആയിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കാൻ മറക്കണ്ട. വോട്ടിംഗ് ട്രെൻഡാണ് നമ്മൾ നോക്കുന്നത്. വോട്ടിംഗ് അവസാനിച്ച് കഴിഞ്ഞപ്പോഴുള്ള ട്രെൻഡാണ് നമ്മൾ നോക്കുന്നത്. ഒന്നാം സ്ഥാനത്ത് വോട്ടിംഗ് അവസാനിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അനീഷാണ് ഒന്നാം സ്ഥാനത്ത് എത്തിയെന്ന് പറയുന്നത്. 38,649 വോട്ടുകളാണ് അനീഷ് നേടിയത്. തൊട്ടു പിന്നിൽ തന്നെ ചുരുങ്ങിയ വോട്ട് ഡിഫറൻസോടുകൂടി അനു വന്നു. അനു നേടിയ വോട്ടുകൾ 38,526 വോട്ടുകളാണ് നേടിയത്. മൂന്നാം സ്ഥാനത്ത് ആദിലയായിരുന്നു. 36,952 വോട്ടുകളാണ് ആദില നേടിയത്. നാലാം സ്ഥാനത്ത് അക്ബർ ആയിരുന്നു. 35,786 വോട്ടുകൾ. അഞ്ചാം സ്ഥാനത്ത് റണ ഫാത്തിമയായിരുന്നു. 35,582 വോട്ടുകളാണ് നേടിയത്. ആറാം സ്ഥാനത്ത് ബിന്നിയായിരുന്നു. 34,982 വോട്ടുകളാണ് നേടിയത്. ഏഴാം സ്ഥാനത്ത് നിൽക്കുന്നത് ആര്യനാണ്. 34,567 വോട്ടുകൾ. എട്ടാം സ്ഥാനത്ത് നെവിനാണ്. 33,988 വോട്ടുകളാണ്. ഒൻപതാം സ്ഥാനത്ത് ലക്ഷ്മിയാണ് നിൽക്കുന്നത്. 33,596 വോട്ടുകൾ. ഇനിയുള്ള സ്ഥാനങ്ങളാണ് ഡേഞ്ചർ സോൺ എന്ന് എടുത്തു പറയേണ്ടത്. അതിൽ 10ാം സ്ഥാനത്ത് അഭിലാഷാണ്. 33,182 വോട്ടുകൾ. 11ാം സ്ഥാനത്ത് മസ്താനിയാണ് നിൽക്കുന്നത്. 32,956 വോട്ടുകൾ. 12ാം സ്ഥാനത്ത് പ്രവീൺ. 32,882 വോട്ടുകൾ. ഏറ്റവും ലാസ്റ്റ് നിൽക്കുന്നത് സാബുമാനാണ്. 32,856 വോട്ടുകൾ. ഇതിൽ 10, 11, 12, 13 4 സ്ഥാനങ്ങളും വോട്ട് ഡിഫറൻസ് നോക്കുമ്പോഴത്തേക്കും വളരെ ചുരുങ്ങിയതാണ്. സോ 4 പേരും ഡേഞ്ചർ സോണിൽ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഇവരിൽ ഒരാളോ അല്ലെങ്കിൽ 2 പേരോ പുറത്തു പോകാനായിട്ടുള്ള സാധ്യത ഈ വീക്കിൽ കാണുന്നുണ്ട്. അത് സാബുമോൻ്റെ വോട്ട് നോക്കുമ്പോഴത്തേക്കും സാബുമോനാണ് ഏറ്റവും വോട്ട് കുറവായിട്ട് കാണുന്നത്. പക്ഷേ എങ്കിൽ പോലും ബിഗ് ബോസിൻ്റെ തീരുമാനപ്രകാരം എന്ത് തരം ട്വിസ്റ്റ് സംഭവിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. അതിൽ അഭിലാഷ്, അതോടൊപ്പം തന്നെ മസ്താനി, പ്രവീൺ, സാബുമാൻ ഇവർ 4 പേരും നിലവിൽ ഡേഞ്ചർ സോണിൽ തന്നെയാണ്. വോട്ടിംഗ് അവസാനിക്കുമ്പോഴത്തേക്കും ഇവരിൽ ഒരാളോ അല്ലെങ്കിൽ 2 പേരോ പുറത്തു പോകാനായിട്ടുള്ള സാധ്യതയാണ് കൂടുതൽ കാണുന്നത്. ബാക്കിയെല്ലാം നമുക്ക് എപ്പിസോഡ് കണ്ട് മനസ്സിലാക്കാം.